ടൈപ്പ് 2 പ്രമേഹം ഇന്നൊരുപാട് പേർ നേരിടുന്നൊരു വലിയ വെല്ലുവിളിയാണ് അല്ലേ? എന്നാൽ ഇതിനുള്ളൊരു പരിഹാരം ഒരുപക്ഷേ നമ്മുടെയെല്ലാം അടുക്കളയിൽ തന്നെ ഉണ്ടെങ്കിലോ? അതും നമ്മുടെ പൂർവികർ കഴിച്ചുകൊണ്ടിരുന്ന ചില പുരാതന ധാന്യങ്ങളിൽ. അതെ, ഈ ഒരു വിശകലനത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ്. ഈ പഴയകാല ഭക്ഷണത്തിന് ഇന്നത്തെ രോഗങ്ങളെ മാറ്റാൻ കഴിയുമോ? ഇതാണ് നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ചോദ്യം. വളരെ സിമ്പിളായി തോന്നാം അല്ലേ? വെറുമൊരു ധാന്യം, അതിന് ഇത്രയും സങ്കീർണമായ ഒരു രോഗത്തെ എങ്ങനെ നേരിടാൻ കഴിയും? ശരി, നമുക്കിതിന്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത് ഈ ധാന്യങ്ങളെ പരിചയപ്പെട്ടുകൊണ്ടാണ്. പിന്നെ അവ നമ്മുടെ ശരീരത്തിൽ എന്ത് മാജിക്കാണ് കാണിക്കുന്നതെന്ന് നോക്കും. ഏറ്റവും പ്രധാനമായി ഇതെങ്ങനെ കൃത്യമായി ഉപയോഗിക്കാമെന്ന് പഠിക്കും. തീർച്ചയായും ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ എന്നും നമ്മൾ പരിശോധിക്കും. അവസാനം ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിനപ്പുറം എങ്ങനെ പ്രാധാന്യമുള്ളതാകുന്നു എന്നും കാണാം. ശരി, നമുക്ക് തുടങ്ങാം. എന്താണ് ഈ പോസിറ്റീവ് മില്ലറ്റുകൾ? നമ്മളെപ്പോഴും കേൾക്കുന്ന റാഗി പോലുള്ള മില്ലറ്റുകളിൽ നിന്നും ഇവയ്ക്കെന്താണ് വ്യത്യാസം? പരമ്പരാഗതമായ രോഗശമനത്തിന് ഉപയോഗിച്ചിരുന്ന ഈ പ്രത്യേക ധാന്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവരാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ. തിന, ചാമ, വരക്ക്, കുതിരവാലി, പിന്നെ ബ്രൗൺ ടോപ്പ്. ഈ 5 എണ്ണമാണ് പോസിറ്റീവ് മില്ലറ്റുകൾ എന്ന ഗ്രൂപ്പിൽ വരുന്നത്. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവയിൽ ധാരാളം നാരുകൾ അഥവാ ഫൈബർ ഉണ്ട്. ഒപ്പം ഇവ ഗ്ലൂട്ടൻ ഫ്രീയുമാണ്. ഓക്കെ, അപ്പോൾ ഈ 5 ധാന്യങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ എന്തുകൊണ്ടാണ് ഇവ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഇത്രയധികം സഹായിക്കുന്നത്? ഇതിന്റെ പിന്നിലെ ശാസ്ത്രം വളരെ രസകരമാണ്. നമ്മുടെ ശരീരത്തിലെത്തുന്ന ഊർജ്ജത്തെ ഇവ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നോക്കാം. ഈ കണക്കുകൾ നോക്കൂ. വ്യത്യാസം കണ്ടോ? നമ്മൾ സാധാരണ കഴിക്കുന്ന പോളിഷ് ചെയ്ത അരിയിൽ ഫൈബർ വെറും 0.2 ഗ്രാം ഒക്കെയുള്ളൂ. എന്നാൽ പോസിറ്റീവ് മില്ലറ്റുകളിൽ അത് 13 ഗ്രാം വരെയാണ്. അതായത് ഏകദേശം 25 ഇരട്ടിയിൽ കൂടുതൽ. പ്രമേഹ നിയന്ത്രണത്തിലെ യഥാർത്ഥ ഗെയിം ചേഞ്ചർ ഈ ഫൈബറാണ്. ഈയൊരു ഉപമ മാത്രം മതി കാര്യം മനസ്സിലാക്കാൻ. മില്ലറ്റുകൾ പതുക്കെ കത്തിത്തീരുന്ന വിറക് പോലെയാണ്. അതായത് അതിൽ നിന്നുള്ള ഊർജം വളരെ സാവധാനത്തിൽ മാത്രമേ നമ്മുടെ രക്തത്തിലേക്ക് കലരുകയുള്ളൂ. എന്നാൽ വെള്ളേരിയോ, അത് ഉണങ്ങിയ ചുള്ളി പോലെയാണ്. പെട്ടെന്ന് ആളിക്കത്തും. രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് റോക്കറ്റ് പോലെ കുതിച്ചേറും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സംഭവിക്കുന്നത്. ഇതിലെ ഉയർന്ന ഫൈബർ കാരണം ഊർജം പതുക്കെ പുറത്തുവരുന്നു. ഇത് ബ്ലഡ് ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടാതെയും കുറയാതെയും ഒരു ബാലൻസിൽ നിർത്തുന്നു. അതോടൊപ്പം കുറച്ച് കഴിക്കുമ്പോഴേക്കും വയറ് നിറഞ്ഞതായി തോന്നും. ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഓക്കെ, തിയറിയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം. പ്രാക്ടിക്കൽസ്. ഈ മില്ലറ്റുകൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? കാരണം ഇത് വെറുതെ അരി വേവിക്കുന്ന പോലെയല്ല. ഇതിന്റെ മുഴുവൻ ഗുണങ്ങളും കിട്ടണമെങ്കിൽ അത് തയ്യാറാക്കുന്നതിന് ചില പ്രത്യേക രീതികളുണ്ട്. ഓർക്കാൻ എളുപ്പത്തിന് 3 നിയമങ്ങളേ ഉള്ളൂ. 1, രാത്രി മുഴുവൻ കുതിർത്തു വെക്കണം. 2, പ്രഷർ കുക്കറിൽ നന്നായി വേവിക്കണം. 3, ഓരോ 2 ദിവസം കൂടുമ്പോഴും കഴിക്കുന്ന മില്ലറ്റിന്റെ തരം മാറ്റണം. ഇനി ഈ ഓരോ നിയമവും എന്തിനാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ആദ്യത്തെ നിയമം കുതിർക്കൽ. ഇത് വെറുതെ വെള്ളത്തിലിട്ട് വയ്ക്കുന്ന പരിപാടിയല്ല. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും തിളപ്പിച്ച ചൂടുവെള്ളത്തിൽ തന്നെ കുതിർത്തുവെക്കണം. എന്തിനാണെന്നല്ലേ? ഇതിലെ വളരെ കട്ടിയുള്ള ഫൈബറിനെ ഒന്ന് മയപ്പെടുത്താനും അതിലെ പോഷകങ്ങളെ നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കാൻ പാകത്തിലാക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പാചകത്തിലെ കണക്ക്. ഇത് വളരെ പ്രധാനമാണ്. 1 കപ്പ് മില്ലറ്റിന് 5 കപ്പ് വെള്ളം. 1:5. ഈ അനുപാതം തെറ്റിക്കരുത്. കാരണം ഇത് ശരിയായ വെന്ത് കിട്ടാൻ ഇത്രയും വെള്ളം ആവശ്യമാണ്. അടുത്തത് വേവിക്കലാണ്. പ്രഷർ കുക്കറിൽ കുറഞ്ഞതൊരു 8 വിസിലെങ്കിലും അടിക്കണം. ചിലപ്പോൾ 10 വരെ വേണ്ടിവരും. ധാന്യങ്ങൾ നന്നായി വെന്ത് നല്ല സോഫ്റ്റ് ആകണം. എങ്കിലേ അത് എളുപ്പത്തിൽ ദഹിക്കുകയുള്ളൂ. അതിന്റെ ഗുണങ്ങൾ പൂർണ്ണമായി നമുക്ക് ലഭിക്കുകയുമുള്ളൂ. ഇതാണ് അവസാനത്തെ നിയമം, റൊട്ടേഷൻ. ഇത് കുറച്ച് വ്യത്യസ്തമാണ്. നിങ്ങൾ ഇന്ന് തിനയാണ് കഴിക്കുന്നതെങ്കിൽ നാളെയും തിന തന്നെ കഴിക്കണം. 2 ദിവസം കഴിഞ്ഞ് അടുത്ത ധാന്യത്തിലേക്ക് മാറുക. ഒരു കാരണവശാലും 2 തരം മില്ലറ്റുകൾ ഒരുമിച്ച് കലർത്തി ഉപയോഗിക്കരുത്. ഓരോ ധാന്യത്തിനും അതിൻ്റേതായ പ്രത്യേക ഗുണങ്ങളുണ്ട്. അത് ശരീരത്തിന് പൂർണ്ണമായി കിട്ടാനാണ് ഈ രീതി. ശരി, ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ കൃത്യമായി ചെയ്താൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതോ ഇതൊക്കെ വെറുതെ പറയുന്നതാണോ? നമുക്ക് വെറും വാക്കുകൾ വിട്ട് കണക്കുകളിലേക്ക് വരാം. യഥാർത്ഥ പഠനങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന് നോക്കാം. ഇതാ നോക്കൂ. മില്ലറ്റ് ഭക്ഷണക്രമം സ്ഥിരമായി പിന്തുടർന്നവരിൽ ഭക്ഷണം കഴിഞ്ഞുള്ള ബ്ലഡ് ഷുഗർ ലെവലിൽ ശരാശരി 15% കുറവ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ചെറിയൊരു സംഖ്യയല്ല. പ്രമേഹ നിയന്ത്രണത്തിൽ ഇത് വളരെ വലിയൊരു മാറ്റമാണ്. ഇതിന്റെ ഗുണങ്ങൾ ബ്ലഡ് ഷുഗറിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഫാസ്റ്റിംഗ് ഷുഗറിൽ 12% കുറവ്. ശരീരത്തിന്റെ ഇൻസുലിൻ ഉപയോഗിക്കാനുള്ള കഴിവ് 30% വരെ മെച്ചപ്പെടുന്നു.
പ്രമേഹത്തിന്റെ തൊട്ടുമുമ്പുള്ള അവസ്ഥയിലുള്ളവരുടെ HbA1c ലെവൽ സാധാരണ നിലയിലേക്ക് വരുന്നതായും പഠനങ്ങൾ കാണിക്കുന്നു. അതായത് ഇത് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ തന്നെ മെച്ചപ്പെടുത്തുന്നു. ഇവിടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഒരു മുന്നറിയിപ്പ്. നിങ്ങൾ പ്രമേഹത്തിന് ഇൻസുലിനോ മറ്റു മരുന്നുകളോ എടുക്കുന്ന ആളാണെങ്കിൽ ഈ ഭക്ഷണക്രമം തുടങ്ങുന്നതിന് മുൻപ് തീർച്ചയായും നിങ്ങൾ ഡോക്ടറോട് സംസാരിക്കണം. കാരണം മില്ലറ്റുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നന്നായി കുറയ്ക്കും. അപ്പോൾ മരുന്നും കൂടെയാകുമ്പോൾ ഷുഗർ അപകടകരമായ രീതിയിൽ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചാണ്. എന്നാൽ മില്ലറ്റുകളുടെ കഥ അവിടെ തീരുന്നില്ല. ഇതിനൊരു വലിയ ആഗോള പ്രാധാന്യം കൂടിയുണ്ട്. നമ്മുടെ ആരോഗ്യത്തിൽ നിന്ന് ഈ ഭൂമിയുടെ ആരോഗ്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നെൽകൃഷിക്ക് ഒരുപാട് വെള്ളം വേണം. എന്നാൽ മില്ലറ്റുകൾക്ക് അങ്ങനെയല്ല. വളരെ കുറഞ്ഞ വെള്ളത്തിൽ വരണ്ട കാലാവസ്ഥയിൽ പോലും ഇവ നന്നായി വളരും. അതായത് മില്ലറ്റുകൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ മാത്രമല്ല പരിസ്ഥിതിയെയും കൂടിയാണ് സഹായിക്കുന്നത്. അപ്പോ നമ്മൾ തുടങ്ങിയ അതേ ചോദ്യത്തിൽ തന്നെ അവസാനിപ്പിക്കാം. ആധുനിക വൈദ്യശാസ്ത്രം വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ ചില രോഗങ്ങൾക്കുള്ള ഏറ്റവും ലളിതമായ ഉത്തരം ഒരുപക്ഷേ നമ്മുടെയെല്ലാം അടുക്കളയിൽ നമ്മൾ മറന്നുപോയ ചില ഭക്ഷണശീലങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവുമോ? എന്തായാലും ഭക്ഷണം തന്നെയാണ് ഏറ്റവും വലിയ മരുന്ന് എന്ന ചൊല്ലിൽ ഒരുപാട് കാര്യമുണ്ട്, അല്ലേ?